അവിടെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ പോയി പറയുക, ഇവിടെ പോയി പറയുന്ന കാര്യങ്ങൾ മറ്റൊരിടത്ത് പോയി പറയുക. ഇതാണ് ബിഗ് ബോസിൽ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അർജുൻ്റെതാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും അർജുൻ്റെ ഗെയിമുമായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. കാരണം വലിയ അഗ്രസീവ് ഒന്നുമല്ല, ഒരു പതിയെ പോകുന്ന വലിയ ഒരു കാര്യങ്ങളിലും അങ്ങ് ഇടപെടാതെ ഇത്തവണത്തെ നോമിനേഷനിൽ എല്ലാവരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകർക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിനെയാണോ ആ ഒരു ഷോയിൽ നിർത്തേണ്ടത്? അതിനെക്കാട്ടിയും അവർക്ക് വോട്ട് കൊടുക്കും നിങ്ങൾ. കാരണം ഈ പറയുന്ന ആൾക്കാർ ആരും തന്നെ നമ്മൾ അടുത്തോട്ട് വരുന്നില്ല, ആർക്കും ഒന്നും നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ മനസ്സാക്ഷിക്ക് നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 നമ്മൾ ഇത്രയും ദിവസമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. ആസ് എ പ്രേക്ഷക എന്ന നിലയിൽ ചേച്ചിക്ക് സാബ്മാനെ പറ്റി എന്താ അഭിപ്രായം? എന്ത് പറയാനാണ്, നമ്മൾ പറയില്ലേ ഇങ്ങനെ തോരന് അങ്ങനെയൊക്കെ കടു വറക്കുമ്പോഴത്തേക്ക് നമ്മളൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് അതിലിടും, പക്ഷെ അതിനെ കൊണ്ടൊന്നും ഇല്ല, ഒരു ഗുണവും ഇല്ല, എടുത്തങ്ങോട്ട് മാറ്റേണ്ടി വരും. പക്ഷേ ഇതിനെ കൊണ്ട് ചില ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, മനസ്സിലായില്ല. അതുപോലെ സാബുമാനും അതുപോലെയാണ്. എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഒരു ഉപകാരമില്ല, ഒരു ഗെയിമറല്ല, ഒന്നുമല്ല. പക്ഷെ ഒരു നമ്മൾ ഇടയ്ക്ക് പറയും ഒരു നല്ലൊരു മനസ്സാണ്, പക്ഷെ ഒരു ഗുണമില്ല ദോഷമില്ലെന്നൊന്നും പറയരുത് കേട്ടോ. നമ്മൾ പണ്ട് പറയുമായിരുന്നില്ലേ ഒരു ഇരുതല മൂലി എന്ന് പറയില്ലേ, അതുപോലെയാണ് പുള്ളിക്കാരൻ്റെ സ്വഭാവം. അവിടെയും ഒന്ന് മാന്തും ഇവിടെയും ഒന്ന് മാന്തും, എന്നിട്ട് ഇതിൽ നിന്ന് കിട്ടുന്നതും വെച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതിലെന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഭിപ്രായമോ മറുപടിയോ പറയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ സാബുമോൻ ഇന്ന് നെവിൻ കാരണം ബിഗ് ബോസ് ലൈവ് കണ്ടവർക്കറിയാം എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, സാബുമോൻ്റെ സംസാര രീതിയും പുള്ളിക്കാരൻ്റെ പെരുമാറ്റവും പുള്ളിക്കാരനായിട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. അവിടെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ പോയി പറയുക, ഇവിടെ പോയി പറയുന്ന കാര്യങ്ങൾ മറ്റൊരിടത്ത് പോയി പറയുക. ഇതാണ് ബിഗ് ബോസിൽ സത്യം പറഞ്ഞാൽ അതെ വന്ന സമയം തൊട്ട് ഇപ്പം സാബുമോനെ വിശ്വസിച്ച് പറയുന്ന കാര്യമായിരിക്കും, ആരോടും പറയരുതെന്ന് പറയുന്ന കാര്യമായിരിക്കും. തുടക്കം മുതൽ പുള്ളിക്കാരൻ ഇത്രയും നാൾ വരെ ബിഗ് ബോസിനകത്ത് ഇത് പറഞ്ഞാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ പറയുന്നത് പോലെ ഒരു നാരദനെ പോലെ അവിടെ നിന്ന് കേൾക്കുന്ന സംഭവം ഇവിടെ പിന്നെ ഒരു നല്ല മനസ്സാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും പല അഭിപ്രായങ്ങൾ പറഞ്ഞു പോകും. പക്ഷെ കയ്യിലിരിപ്പ് ക്രിമിയുടേതാണെന്നുള്ളത് സത്യമായിട്ട് നെവിൻ കാരണം ഇന്ന് സാബുമാൻ എന്തായാലും എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. കാരണം ഇതുപോലെ പറയുന്നുണ്ട്, ഇവിടെ പല ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു, സംഭവം പറഞ്ഞതായിട്ടാണ് നെവിൻ പറയുന്നത്. ഇപ്പോൾ എല്ലാ ഗ്രൂപ്പും പോയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിനെയും പൊളിച്ചെടുക്കണമെന്നാണ് സാബുമാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പക്ഷേ നെവിൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സാബു ഏൽക്കുന്നൊന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, വലിയൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനെ പൊളിക്കണം തകർക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് സാബുമാൻ പറയുന്നത്. ഒന്നും ഏക്കത്തില്ലല്ലോ അവിടെയുള്ള ആരും. ഞാൻ നോക്കിയിട്ട് നമ്മുടെ സീസൺ 7 വന്നേക്കുന്നത് എനിക്ക് തോന്നണേ 70 ക്യാമറ ഉണ്ടായിട്ട് എന്തുവാ ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഇപ്പോ നെവിനോട് പറഞ്ഞ കാര്യം നെവിൻ മാത്രമല്ല ബിഗ് ബോസിലെ എല്ലാ ക്രൂ മെമ്പേഴ്സും കേട്ടിട്ടുണ്ട്, പ്ലസ് പ്രേക്ഷകരും കണ്ടിട്ടുണ്ടെന്നുള്ള വിചാരം പോലും അവർക്കില്ല. ആ തരത്തിൽ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് സാബുമോന്റെ പെരുമാറ്റം. എന്തായാലും മാത്രമല്ല അല്ല ചേച്ചി, ഞാൻ ഇവിടുത്തെ ഈ ഒരു കാര്യം എല്ലാവരും അങ്ങനെയാണ്. ഇപ്പം സാബുമാനെ ഇത്രയും കാലം നമുക്കറിയാം, കഴിഞ്ഞ വർഷം അർജുൻ്റെതാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും അർജുൻ്റെ ഗെയിമുമായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. കാരണം വലിയ അഗ്രസീവ് ഒന്നുമല്ല, ഒരു പതിയെ പോകുന്ന വലിയ ഒരു കാര്യങ്ങളിലും അങ്ങ് ഇടപെടാതെ തൻ്റെ കാര്യം നോക്കി പോവുക, എല്ലാവരോടും സംസാരിക്കുക, അങ്ങനെ ഒരു സാബുമാനെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം പലരും പല ക്ലിപ്പിംഗ്സും സോഷ്യൽ മീഡിയയിൽ എടുത്തിടുന്നുണ്ട്. സാബുമോൻ ഓരോ സമയത്ത് ഓരോരുത്തരെ പറ്റി കുറ്റം പറയുന്നത്, അനീഷിനെ പറ്റി കുറ്റം പറയുന്നത്, അനിമോളെ പറ്റി കുറ്റം പറയുന്നത്, എന്നിട്ട് അവരുടെ അടുത്ത് പോയിട്ട് നല്ല പിള്ളയായിട്ട് നിൽക്കും. അപ്പൊ ആരും നോമിനേഷനിലും ഇടത്തുമില്ല, താൻ പുറത്താകത്തുമില്ല. ആ ഒരു ഗെയിം സ്ട്രാറ്റജി വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നേക്കുന്ന സാബുമാൻ മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. അതെ, ബാക്കി എല്ലാണോ 4 ഔട്ട് ആയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം
നല്ല രീതിയിൽ ഗെയിം കളിച്ച് സംസാരിച്ച 4 പേരാണ് ഒന്നുമില്ലാതെ ഒരു മിണ്ടാപ്പൂച്ചേനെ പോലെ ഇരുന്ന സാബുമോൻ ഇപ്പോഴും ഷോയിലുണ്ട്. എന്തായാലും സാബുമോന്റെ തനി നിറം പുറത്തായി വന്നു കഴിഞ്ഞു അല്ലേ? പക്ഷെ എന്താ പറയാ, ഒരു ഉളുപ്പും ഇല്ല എന്നുള്ളതാണ്. പറഞ്ഞ കാര്യം ഒരു കാരണവശാലും ഏക്കത്തില്ല. ചേച്ചി എന്തായാലും നെവിൻ ഈ ഒരു സമയത്ത് എക്സ്പോസ്ഡ് ആക്കിയത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം ഇത്തവണത്തെ നോമിനേഷനിൽ എല്ലാവരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകർക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിനെയാണോ ആ ഒരു ഷോയിൽ നിർത്തേണ്ടത്? അതിനെക്കാട്ടിയും ഗെയിം കളിക്കുന്ന നല്ല മത്സരാർത്ഥികൾ പുറത്തു പോയിട്ടില്ലേ എന്ന് പ്രേക്ഷകർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നെവിൻ ഇവിടെ ഇട്ട് തന്നിരിക്കുന്നത്. എന്തായാലും പ്രേക്ഷകർ നല്ല രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കുക. സാബുമാനെ മാത്രമല്ല ബാക്കി എല്ലാ മത്സരാർത്ഥികളെയും നോക്കുക. ഇപ്പം ഈ ബിഗ് ബാങ്ക് വീക്കും കൂടെ ആയപ്പം ആർക്കാണ് പണത്തിനോട് കൂടുതൽ ആർത്തി ഉള്ളതെന്നും അതെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായിട്ടുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ ഗെയിം കളിക്കാൻ വന്നത്, 100 ദിവസം അവിടെ നിൽക്കണമെന്ന ആഗ്രഹവുമായി ലാലേട്ടൻ കൈ പിടിച്ച് ഉയർത്തി കപ്പ് നേടണമെന്ന് ആർക്കാണ് ആഗ്രഹമുള്ളതെന്ന് എന്തായാലും തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്. ഇതിൽ ആർത്തിക്കാർ അത് പിന്നെ ഒരു കാര്യം അതില്ല, അതിൽ ആർത്തിക്കാരെന്ന് പറയാനേ എല്ലാവരും ആർത്തിക്കാരെ. ഇപ്പൊ നമ്മുടെ സീസൺ 7 അങ്ങനെയാണ് പോകുന്നത് ഇല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? കാശിനാണെങ്കിലും ശരി, ഭക്ഷണത്തിനാണെങ്കിലും ശരി, എല്ലാത്തിനും ആർത്തിയാണ്. ഒന്നും കണ്ടിട്ടില്ലാത്തതുപോലെയാണ്. അതിലെ ചില കള്ളത്തനങ്ങൾ എല്ലാം പൊളിച്ചടുക്കി. പക്ഷെ ഇനിയും ഇതാ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെയും കള്ളത്തനം. ഇനിയിപ്പോ എന്താ ഒരു 1.5-2 ആഴ്ചയെ ഉണ്ടാവുള്ളൂ അല്ലേ? കൂടിപ്പോയ ഒരു 10-16 ദിവസം അത്രയും ബിഗ് ബോസ് ഉള്ളൂ. എന്തായാലും പ്രേക്ഷകരോടാണ് ഞങ്ങൾക്ക് എല്ലാ ചർച്ചയിലും പറയുന്നത് പോലെ ഈ ചർച്ചയിലും പറയാനുള്ളൂ. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നല്ല മത്സരാർത്ഥികൾക്ക് മാത്രം കൊടുക്കുക. പിന്നീട് ഒരു പശ്ചാത്താപം തോന്നരുത്, അയ്യോ നമ്മുടെ വോട്ട് വെറുതെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുക. നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് ആരാണോ, നല്ല രീതിയിൽ അതിനകത്ത് സർവൈവ് ചെയ്യുന്നത് ആരാണോ എന്ന് കണ്ട് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും അവർക്ക് വോട്ട് കൊടുക്കുക നിങ്ങൾ. കാരണം ഈ പറയുന്ന ആൾക്കാർ ആരും തന്നെ നമ്മൾ അടുത്തോട്ട് വരുന്നില്ല, ആർക്കും ഒന്നും നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ മനസ്സാക്ഷിക്ക് നമ്മളിപ്പോൾ ഒരു ഇലക്ഷൻ വന്നിരുന്നാലും നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ഭരിക്കാൻ അറിയാമെന്നുള്ള അല്ലെങ്കിൽ നല്ല നമ്മൾ വ്യക്തികൾ അല്ലെങ്കിൽ ഭരണം, നല്ല ഭരണം ആര് തരുന്നു അവർക്ക് നല്ലത് കിട്ടും. അത് ഇപ്പൊ ഇവരാരും നമുക്കൊന്നും നല്ലത് ചെയ്യാൻ വരുന്നില്ല. പക്ഷേ നമ്മുടെ മനസ്സാക്ഷിക്കെങ്കിലും ഒരു സമാധാനം കിട്ടും. ആ നമ്മുടെ വോട്ട് കൊടുത്തത് നല്ല കറക്റ്റ് ആളിനാണ് എന്നുള്ളൊരു ഇത് തോന്നൽ വരണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഏറ്റവും നല്ല ഒരു മത്സരാർത്ഥിക്ക് കൊടുത്ത് കപ്പ് കൊണ്ടുപോകാൻ അല്ലേ നിങ്ങൾ സഹായിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ വാരി ആർക്കെങ്കിലും വോട്ടിട്ട് കൊടുത്തിട്ടിരുന്ന് പറയരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ നമുക്ക് ഇന്നത്തെ ഇതിൽ പറയാനായിട്ട്. ഇതിന് എന്തായാലും വീണ്ടും പുതിയൊരു ചർച്ചയുമായി വീണ്ടും വരേക്കും. ബൈ.